ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ 77ാമത്തെ നാമമാണ് കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര എന്നുള്ള മന്ത്രം. കാമേശ്വരൻ്റെ മുഖാലോകം കൊണ്ട് കൽപ്പിതനായ ഗണേശ്വരനോട് കൂടിയവൾ എന്നാണ് ദേവിയെ ഇതിൽ സ്തുതിക്കുന്നത്. ഭണ്ഡാസുര യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വിശുക്രൻ എന്ന് പറയുന്ന അസുരൻ ഒരു പ്രത്യേക രീതിയിൽ ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് അത് അഗ്നിപ്രാകാരത്തിൻ്റെ ഉള്ളിലുള്ള ആ കോട്ടയ്ക്കകത്ത് ഒരു യന്ത്രം കൊണ്ട് അതിനെ കടത്തി വയ്ക്കുകയും അതിനെ ഒരു സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ അത്ഭുതം എന്ന വണ്ണം ദേവിയുടെ ആ സന്നിധിയിൽ തന്നെ ആ യന്ത്രം പ്രവർത്തിച്ചതായിട്ടും ഇങ്ങനെ ദേവിയുടെ സൈന്യത്തിലുള്ളവർക്ക് എല്ലാവർക്കും അലസത, കൃപണത, ദൈന്യത, ഉറക്കം, മടി, പ്രമാദം, ക്ലീബത്വം, ഈ ദേവിയോടുള്ള സ്വന്തം എൻ്റെ അമ്മയാണെന്നുള്ള തോന്നൽ നഷ്ടപ്പെടുക എന്നൊക്കെയുള്ള ദുർഗുണങ്ങളൊക്കെ അവരിൽ വന്നതായിട്ടും അങ്ങനെ അവരെല്ലാം മടി പിടിച്ച് കിടന്നു. ഈ ഭണ്ഡ സൈന്യത്തിലുള്ളവർക്ക് യുദ്ധത്തിന് മാടി വിളിച്ചു. അങ്ങനെ ഇവർ വിളിക്കുമ്പോൾ അവർ പ്രതികരിക്കുന്നൊന്നുമില്ല, ഞങ്ങൾ യുദ്ധത്തിനൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിൽ അവർ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ ഈ വൃത്താന്തം മന്ത്രിണി, ദണ്ഡിനി ദേവി രണ്ടുപേരും കൂടിയിട്ട് ദേവിയുടെ അടുത്ത് ചെന്നു. അങ്ങനെ അമ്മയെ ഇങ്ങനെ നമ്മുടെ സൈന്യത്തിലുള്ളവരെല്ലാം മടി പിടിച്ച് ഉറക്കം തൂങ്ങി അഹിംസയും ഒക്കെ പറയുന്നു, അസുരന്മാരെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്, അങ്ങനെ ഇതിനെന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, അമ്മ ഇത് പരിഹരിക്കണം എന്ന് അപേക്ഷിക്കുകയും അങ്ങനെ ലളിതാംബിക അങ്ങനെ ഒരു നോട്ടം കാമേശ്വരൻ്റെ മുഖത്തിലേക്ക് നോക്കിയതായിട്ടും രണ്ടുപേരും കൂടി ദേവിയുടെ മന്ദഹാസം നോക്കി കാമേശ്വരൻ സന്തോഷിച്ചു. ആ സമയം ഗണേശ്വരൻ ഉണ്ടായതായിട്ടും അങ്ങനെ 10 കൈകളോടും കൂടി ആ 10 കൈകളിലും പല ആയുധങ്ങളായിട്ടും വല്ലഭ എന്ന് പറയുന്ന ദേവിയോടുകൂടിയും വല്ലഭ ഗണപതി ഉണ്ടായി എന്നും കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര, അങ്ങനെ കൽപ്പിതനായ ഗണപതി സാധാരണ രീതിയിലല്ലാതെ ഒരു അഭൗമമായ ഒരു പ്രത്യേക രീതിയിൽ മഹാഗണേശൻ ഉണ്ടായി എന്നും ഈ ഗണം എന്ന് പറയുന്നതിനെ പുരിയഷ്ടകം എന്നൊക്കെ വേദാന്തത്തിൽ വർണ്ണിക്കും. അത് പഞ്ച ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാര, ചിത്തം എന്നുള്ള അന്തഃകരണ ചതുഷ്ടയങ്ങൾ എന്നൊക്കെയുള്ള ജീവന് സമമായിട്ടുള്ള കാര്യങ്ങളാണ്. ഗണേശ്വരൻ എന്നുള്ളതിന് ഇങ്ങനെയാണ് നമ്മൾ അർത്ഥം കൽപ്പിക്കുന്നത്. ഗണങ്ങളുടെ ഈശ്വരൻ എന്നാണ് നമ്മൾ സാധാരണ ഇതിനെ പറയുന്നത്. ഗണം എന്നുള്ളതിനെ പുരി എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കും. പുര്യഷ്ടകം എന്നാണ് ആ വാക്ക്. അത് ഇങ്ങനെയാണ്: കർമ്മേന്ദ്രിയങ്ങൾ, കൈ, കാല്, ഹസ്തം, ഉപസ്ഥം, പാണി, പാദം, പായു എന്നുള്ളതാണ് കർമ്മേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ ചക്ഷുശ്രോത്രം, ശ്രവണം, ഘ്രാണം, ജിഹ്വ എന്നുള്ളതാണത്. അന്തഃകരണ ചതുഷ്ടയം മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. പഞ്ചപ്രാണങ്ങൾ പ്രാണ, അപാന, ഉദാന, വ്യാന, സമാനന്മാർ. പഞ്ചഭൂതങ്ങൾ പൃഥിവ്യ, തേജോ, വായുരാകാശം. കാമം, പിന്നെ കർമ്മം, പിന്നെ നമുക്കുണ്ടാകുന്ന അജ്ഞാനം അല്ലെങ്കിൽ അതിനെ അവിദ്യ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു ജീവൻ്റെ പ്രതിഭാസങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ ഗണങ്ങൾക്ക് മുഴുവൻ ഈശ്വരനാണ് ഗണേശ്വരൻ. ഈ ഗണങ്ങൾക്ക് മുഴുവൻ അധിപതിയാണ്. ഈ ഗണങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ അന്തഃകരണത്തെയും അതുപോലെ കാമത്തെയും കർമ്മത്തെയും അജ്ഞാനത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്നവരാണ് ഗണേശ്വരൻ. കാമേശ്വരൻ്റെ അല്ലെങ്കിൽ സാക്ഷാത് പരമാത്മാവിൻ്റെ മുഖാലോകം, അതിൻ്റെ ഈഷദ് ദർശനം, ചെറിയ അനുഭവം ഉണ്ടാകുമ്പോൾ ഗണേശ്വരൻ ഉണ്ടാകുന്നു.
ഇതിനൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഗണങ്ങളുടെ നാഥൻ ഉണ്ടാകുന്നു. ദേവി കാമേശ്വരനെ ഒന്ന് നോക്കി മന്ദഹസിച്ചു. ആ മന്ദഹാസം കാമേശ്വരൻ കണ്ട് ആസ്വദിച്ചു. ആ മുഖാലോകത്തിൽ നിന്ന് തന്നെ സാക്ഷാത്ത് ഒരു ഉത്തമ സാധകൻ്റെ പ്രതീകമായ ഗണങ്ങളുടെ അധീശ്വരനായ ഗണേശ്വരനുണ്ടായി എന്നുള്ളതാണ് കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര എന്നുള്ള മന്ത്രം സൂചിപ്പിക്കുന്നത്. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഉപാസകന് പല രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നു. കാമം, ക്രോധം, അതുപോലെ തന്ത്ര എന്ന് വെച്ചാൽ ഉറക്കം തൂങ്ങി ഇരിക്കൽ, അതുപോലെ ദൈന്യത, എനിക്ക് ഇതിനൊന്നും കഴിവില്ല, നമുക്ക് ഈ ജന്മത്തിൽ ഇത്രേ വിധിച്ചിട്ടുള്ളൂ, ഇനി അടുത്ത ജന്മത്തിൽ നോക്കാം, അതുപോലെ കൃപണത, അതുപോലെ ഭ്രമം, തെറ്റിദ്ധരിക്കുക, അതുപോലെ സംശയങ്ങളുണ്ടാവുക എന്നൊക്കെയുള്ള പ്രതിബന്ധകങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെയൊക്കെ ഉത്സാഹത്തോടു കൂടി തൻ്റെ സംശയങ്ങളൊക്കെ ശരിയായ രീതിയിൽ അതിനെ മനസ്സിലാക്കി ശരിയായ രീതിയിൽ ഗുരുവിൻ്റെ ഉപദേശത്തോട് അതിനെ തുലനപ്പെടുത്തി അതിനെ മനനം ചെയ്ത് ആ സംശയങ്ങളെ ദൂരീകരിച്ചുകൊണ്ട്, അതുപോലെ തന്ത്ര അല്ലെങ്കിൽ ഉറക്കം തൂങ്ങൽ മുതലായ കാര്യങ്ങളെ വെടിഞ്ഞ് ഉത്സാഹത്തോടു കൂടി സാധന ചെയ്ത്, അതുപോലെ എനിക്ക് കഴിവില്ല എന്നുള്ള നിരുത്സാഹഭാവം വെടിഞ്ഞ് അതിൻ്റെ ഗുരുപദിഷ്ട മാർഗത്തിൽ സഞ്ചരിച്ച് ആധ്യാത്മിക ജ്ഞാനം നേടണം. തൻ്റെ അവിദ്യ അതിനെ ഇല്ലാതെയാക്കി ആധ്യാത്മിക ജ്ഞാനം നേടണം. അതാണ് ഈ മഹാഗണേശൻ ഈ വിഘ്നയന്ത്രങ്ങളൊക്കെ പൊടിച്ചു. ഈ വിഘ്നയന്ത്രങ്ങളൊക്കെ അതിലൂടെ ഉണ്ടായ തന്ത്ര മുതലായ പ്രതിബന്ധാത്മകമായ മനോവൃത്തികളെ നിരാകരണം ചെയ്ത് ഇല്ലാതെയാക്കി എന്നൊക്കെ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത്. സാധനയിലൂടെ നമ്മുടെ മനോദോഷങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യണം, ഇല്ലാതെയാക്കണം. നിരന്തര ജീവൻ മുക്താവസ്ഥ എത്തുന്നത് വരെ നമുക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, കാമക്രോധാദികൾ അലട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ നമുക്ക് ജീവിതത്തിൽ ആധ്യാത്മികമായിട്ടും വ്യവഹാര തലത്തിലുള്ള പല രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ഈശ്വരനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം കളയാതെ ദൃഢതയോടുകൂടി അമ്മയുടെ ചരണാരവിന്ദങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഈ മന്ത്രം നമുക്ക് നൽകുന്ന സന്ദേശം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധത്തിൻ്റെ തത്വങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദ വിവരങ്ങൾ കേൾക്കാം.